ഇന്ന് നമുക്ക് നിങ്ങളിലേക്ക് എന്ത് എനർജിയാണ് വന്നെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു 4 കാർഡ് എടുത്ത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് എന്ത് എനർജിയാണ് വന്നെടുക്കുന്നത്. ഉള്ളവരുടെ സ്പ്രെഡ് പറയുന്നത് ഒരു പണം പലരും പ്രതീക്ഷിച്ചിരിക്കുന്നു. ആ പണം പ്രതീക്ഷിച്ചവരിലേക്ക് പണം വന്നു ചേരുന്നു എന്നാണ്. ചിലവരൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവരിലേക്ക് കമ്മ്യൂണിക്കേഷനും വന്നു ചേരുന്നു. ചിലവരൊക്കെ ദീനാവസ്ഥയിലൊക്കെ കിടക്കുന്നവരുണ്ടാവാം. അവരൊക്കെ ആ ദീനാവസ്ഥ വിട്ട് എഴുന്നേൽക്കുന്നതായിട്ടൊക്കെ ഈ കാർഡ് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ കാർഡ് 9 ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. അപ്പം 9 ഓഫ് പെന്റക്കിളിന്റെ എനർജി എന്ന് പറയുമ്പം എല്ലാം സമ്പാദിച്ച് വെച്ചിട്ട് റിലാക്സേഷൻ മോഡിൽ ഇരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പൊ പണമൊക്കെ ഒത്തിരി സമ്പാദിച്ച ഒരു ലേഡിയുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. പുരുഷനാവാം സ്ത്രീയാവാം, പക്ഷെ അവര് നല്ലവണ്ണം സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് നല്ല സ്മൂത്ത് ഗോയിങ് ആണ് എന്നാണ് ആദ്യത്തെ കാർഡ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് 6 ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. 6 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറയുന്നത് നിങ്ങൾ പണം അധികമായി ചെലവഴിക്കുന്ന ഒരു എനർജിയാണ് അതിലോട്ട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന പണമൊക്കെ അധികമായി നിങ്ങളിൽ നിന്ന് ചെലവഴിച്ചു പോകുന്ന ഒരു എനർജിയാണ് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയിലൂടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അർഹിക്കപ്പെടാത്തവർക്കൊക്കെ ഈ പൈസ കൊടുക്കുന്ന ഒരു എനർജി. അത് ദാനമായിട്ടല്ല, ചുമ്മാതെ ഒക്കെ അർഹതയില്ലാത്തവർക്ക് കൊടുക്കുക, അത് വേസ്റ്റായി ചെലവഴിക്കുന്ന ഒരു എനർജിയാണ് 6 ഓഫ് പെന്റക്കിളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പണം കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കണം, പക്ഷെ അതിലൊരു മിതത്വം നിങ്ങൾ പാലിക്കണം എന്നാ പറയുന്നത്. നിങ്ങൾ ത്രാസ് ഇങ്ങനെ ഒരു ഇതിൽ പിടിച്ചേക്കുന്ന മാതിരി നിങ്ങൾ ഈ പൈസയുടെ കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കണം. ആവശ്യമില്ലാതെ ചിലവുകൾ ഉണ്ടാക്കി വെക്കരുത് എന്നാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. ഈ നൈറ്റ് ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ കിങ് ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. കിങ് ഓഫ് പെന്റക്കിളിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയോടെ ഇരിക്കുന്ന ഒരാളുടെ എനർജിയാണ് കിങ് ഓഫ് പെന്റക്കിളിന്റെ എനർജി. അപ്പൊ ഈ വ്യക്തിക്ക് ഒന്നിനെ പറ്റിയും ഭയമില്ല, എല്ലാം ഉണ്ട്. പൈസയുണ്ട്, വീടിന് വീടുണ്ട്, എല്ലാത്തോടും സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല ബിസിനസ് ഒക്കെ തുടങ്ങി നിങ്ങൾ ഇങ്ങനെ ആവുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു എനർജി വന്നെടുക്കുന്നതാവാം ഈ കാണിക്കുന്നത്. അപ്പം അടുത്ത കാർഡ് പറയുന്നത് പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനും വന്നെടുക്കുന്നു. അപ്പം ഈ പേജ് ഓഫ് സോർട്സിന്റെ ഈ വ്യക്തി ദീർഘകാലമായി എന്തോ ഒരു അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരുന്നത് എന്നാണ് കാണിക്കുന്നത്. ദീർഘകാലമായിട്ട് എന്തോ ഒരു ചിലപ്പോൾ ഓപ്പറേഷൻ ആവാം, ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ആവാം, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ടാണ് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ സുഖപ്പെട്ടു എന്നുള്ള കമ്മ്യൂണിക്കേഷൻ തരാൻ പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് 3 കാർഡ് വന്നത് പെന്റക്കിൾ എനർജിയാണ്. 4ാമത്തെ കാർഡ് വന്നത് കമ്മ്യൂണിക്കേഷന്റെ എനർജിയുമാണ്. അപ്പൊ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അതാണ്. നിങ്ങൾക്കൊക്കെ ആരിൽ നിന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു, ആർക്കൊക്കെ പൈസ കിട്ടാൻ പോകുന്നു, ആരൊക്കെ കുറെയൊക്കെ സമ്പാദിച്ചു വെക്കുന്നു, ആരൊക്കെ പണത്തിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു, ഒക്കെ കൊടുത്ത് യഥേഷ്ടം ചെലവഴിക്കുന്നു. ഇതൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്ന എനർജികൾ.